പ്രജിത, ഈ മുഹമ്മദ് ഷമിയിലെ നമ്മുടെ ഇന്ത്യൻ ബൗളർ, ഫാസ്റ്റ് ബൗളർ, അദ്ദേഹം BJP-യിലേക്ക് ചേരുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. കളി മതിയാക്കാൻ പോവുകയാണോ? അദ്ദേഹത്തിന്റെ കരിയർ ഏജ് ഒരു 34 വയസ്സൊക്കെ ഉണ്ട്. അതെ. അപ്പോ ഞാൻ പറയുന്നതേ, എനിക്ക് കളിയെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വാർത്തകൾ വരുന്നതിന് പിന്നിൽ അദ്ദേഹം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു എക്സിലൊരു കുറിപ്പിട്ടിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്, അത് ഞാൻ വായിക്കാം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിനെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. ദീർഘവീക്ഷണം, നേതൃപാടവം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിവർത്തന സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ചർച്ചകൾ. സുസ്ഥിര വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും ഊന്നൽ നൽകി വളർച്ചയ്ക്കുള്ള ശ്രദ്ധേയമായ ഒരു റോഡ് മാപ്പ് മുഖ്യമന്ത്രി വിശദീകരിച്ചു. സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ആഴമേറിയതാണ്. നല്ല മാറ്റത്തിന് സംഭാവന നൽകാൻ നമ്മളെയെല്ലാം അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്കായി ഇത്രയും വലിയ ശ്രമങ്ങൾ കാണുന്നത് ആശ്വാസകരമാണ്. ഉത്തർപ്രദേശിൻ്റെ ശോഭനമായ ഭാവിയിലേക്കുള്ള ഈ യാത്രയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് നമുക്കത് യാഥാർത്ഥ്യമാക്കാം. ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ശോഭനമായ ഭാവിയിലേക്കുള്ള ഒരു ഉത്തർപ്രദേശിൻ്റെ പ്രയാണത്തിന് ഞാൻ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നിടത്താണ് യോഗി ആദിത്യനാഥിനെയാണ് കണ്ടത്, അല്ലേ? മുഖ്യമന്ത്രിയാണല്ലോ. അതെ, അദ്ദേഹത്തിന്റെ അംഗത്വം സ്വീകരിച്ചതെന്നും പറയുന്നുണ്ട്. അതെ, അംഗത്വം സ്വീകരിച്ചിട്ടൊന്നുമില്ല. അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരാളിൽ നിന്ന് മറ്റൊരാൾ കേട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറെ തന്നെയാവും. അപ്പൊ അദ്ദേഹം കണ്ടു, അദ്ദേഹം സംസാരിച്ചു, അതിലെല്ലാം ഉണ്ട്. അതെ, ആ സംസാരിച്ചതിന്റെ ഒരു ആകെ തുക എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും അവസാനത്തെ ലൈനിൽ അദ്ദേഹത്തിന്റെ ഒരു മനസ്സുണ്ട്. ഉത്തർപ്രദേശിന്റെ ശോഭനമായ ഭാവിയിലേക്ക് ഉള്ള യാത്രയിൽ ഇതിന്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് ആ പോയിന്റ് കിടക്കുന്നത്. പറയാതെ പറയുന്നുണ്ട്. കാരണം ഇതിനു മുൻപും മോദിയെയും അമിത്ഷായെയും ഒക്കെ എനിക്ക് തോന്നുന്നു 2023-ലും 2025-ലും മോദിയെയും അമിത്ഷായെയും ഒക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, ഷമി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷമി ഇത് ആദ്യമായിട്ടല്ല കേന്ദ്ര നേതാക്കളെ കാണുന്നത്, മന്ത്രിമാരെ കാണുന്നതും BJP നേതാക്കളെ കാണുന്നതൊന്നും ഇതാദ്യമായിട്ടല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികവൊക്കെ എന്താണെന്നുള്ളത് ചേട്ടന് നന്നായിട്ട് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. അതായത് മുഹമ്മദ് ഷമി, ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. മുഹമ്മദ് ഷമി എന്ന ക്രിക്കറ്റ് താരം BJP-യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ കാണുമെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ കുറെ മതഭ്രാന്തന്മാരുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന പോലെ ഏത് വിഭാഗമാണെന്ന്, ഏത് രാഷ്ട്രീയമാണെന്ന് പറയുന്നില്ല. ഈ ഷമി കഴിഞ്ഞ 2024 ലോകകപ്പ് കളിക്കുമ്പോൾ ഒരു 2 കളികളിൽ വരെ അദ്ദേഹത്തിനെ കളിക്കാൻ ഇറക്കിയില്ല. നമ്മുടെ ഫാസ്റ്റ് ബൗളർമാരിൽ ആർക്കോ പരിക്ക് പറ്റിയപ്പോഴാണ് ഇദ്ദേഹത്തെ കളിക്കാൻ ഇറക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പാകിസ്ഥാനെതിരെ കളിക്കുന്ന സമയത്ത് നമ്മുടെ ആരാധകരൊക്കെ പറഞ്ഞത് ഇയാൾ ഒറ്റും എന്നാണ് പറഞ്ഞത്. ഷമി ഒറ്റും. അതെ, എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചോറും കൊണ്ടുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി കളിക്കുമ്പോൾ അവൻ കാഫിറാണ്, അവനെ സൂക്ഷിക്കണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷമിയെ പച്ചയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വരെ ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് മോശമാണെന്ന് ആലോചിച്ച് നോക്കുക. 2024 നടന്ന ഒരു സംഭവമാണ് ഞാനീ പറയുന്നത്. ആ മനുഷ്യൻ എന്തുമാത്രം ഹൃദയവേദന ഉണ്ടായെന്നറിയും. അയാൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന മറ്റ് ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് വിഷമമുണ്ട്. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും എത്രയോ നല്ല മനുഷ്യരുണ്ട്, നമ്മുടെ തന്നെ സുഹൃത്തുക്കളിൽ തന്നെ നമുക്കില്ല, എത്രയോ പേരുണ്ട്. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഈ ഇദ്ദേഹം ഇങ്ങനെ ഒരു സമുദായക്കാരനായതുകൊണ്ട് അടച്ചാക്ഷേപിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് യോഗി ആദിത്യനാഥൻ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ BJP അനുകൂലമായിട്ട് അദ്ദേഹം ഒരു വാക്ക് എഴുതിയത്. മാത്രമല്ല അതിൽ ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തെ കുത്തി വേദനിപ്പിച്ചു. തീർച്ചയായിട്ടും ആ വേദന ഭയങ്കരമാണ്. അന്ന് അതായത് 2024 ഏകദിന ലോകകപ്പില് അന്ന് തോൽവി സംഭവിച്ചപ്പോ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നു. എന്നിട്ട് നേരെ ചെന്നത് ആശ്ലേഷിച്ചത് ഷമിയെയായിരുന്നു. ആദ്യം ഷമിയാണ് ആശ്ലേഷിച്ചത്. ഷമിയെയാണ് എന്ന് വെച്ചാല്
ഈ പറയുന്ന രീതിയിൽ ഷമി അന്നത്തെ കളികളിലൊക്കെ തന്നെ ഫൈനലിൽ ഉൾപ്പെടെ നിർണായക ഘട്ടത്തിൽ നിരവധി വിക്കറ്റുകൾ കൊയ്തൊരു കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏജ് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് പരിക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. രഞ്ജിയിലൂടെ കളിച്ചാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹം വീണ്ടും കാണിച്ചത് സെലക്ടർമാരെ. എന്നിട്ട് നമ്മൾ ഇന്ത്യൻ ടീമിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസമാണ്, ഇത്രയും വലിയ ഫാസ്റ്റ് ബോളർമാർ, അതിൽ ലോകകപ്പിൽ. എന്നിട്ട് ഈ കളിയിൽ പ്രീത പറഞ്ഞ ആ കാര്യം നമ്മൾ ഒരിക്കലും മറക്കില്ല. കാര്യം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഫൈനൽ, അത് ഇന്ത്യയിൽ നടക്കുന്ന ഫൈനലിൽ ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ കരഞ്ഞ് അവശരായി കളി തോറ്റുപോയി. ഇന്ത്യ വളരെ ഒരു ഭാഗ്യക്കേടിനാണ് ഓസ്ട്രേലിയയുടെ തോറ്റത്. പാറ്റ് കൊമ്മിൻസിനെ പോലെയുള്ള ഓസ്ട്രേലിയയുടെ പ്രഗത്ഭരായ കളിക്കാരുള്ള ടീമാണ്. ദെൻ അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് വരുമ്പോൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ചെന്ന് നരേന്ദ്രമോദി ആദ്യം കെട്ടിപ്പിടിച്ചിട്ട് ഷമി എന്ന പേര് വിളിച്ചിട്ട് യു ഡു എ വെൽ ജോബ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്തത് വളരെ മനോഹരമായി നിങ്ങൾ ചെയ്തു ഷമി. എന്നിട്ട് ഈ ഇംഗ്ലീഷിലും അല്ല ഹിന്ദിയിലും പറഞ്ഞിട്ട് പിന്നെ ഒരു കുശലം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് മോദി ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ ഒരു മതം പറഞ്ഞ് ഒരാളെയും മാറ്റി നിർത്തുകയല്ല, നമ്മളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും ഒക്കെയാണ്. ആ കൂറ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടെന്ന്, അതായത് പ്രധാനമന്ത്രിക്ക് ആ കൂറ്, അദ്ദേഹത്തിന് ഷമിയുടെ രാജ്യത്തോടുള്ള കൂറ് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുക കൂടെ ചെയ്ത നിമിഷമാണ്. ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ല, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു സന്യാസി മൈൻഡ് കൂടെ ഉള്ള ഒരാളല്ലേ. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ അറിയില്ല, ഇത്രയും നാളത്തെ ജീവിത പരിചയം, യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. വലിയ പവർഫുൾ ആണ്, മൈൻഡൊക്കെ ഭയങ്കര പവർഫുൾ ആയ ഒരു ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ദെൻ അവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കളിക്കാരെയൊക്കെ കൂടെ ചെന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് അവർക്ക് പ്രത്യേക ബിരുദം അവിടെ വെച്ച് തന്നെ പറയുന്നു, നിങ്ങൾ എന്നെ കാണാൻ വരണം. രോഹിത് ശർമ്മയോട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നിങ്ങൾ എന്നെ കാണാൻ. അങ്ങനെ ഇവർ തോറ്റിട്ട് അവർ കാണാൻ പോയി. അപ്പോൾ നമുക്കിതിൽ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഷമിയെ എന്തിന് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഈ കണ്ട മതഭ്രാന്തന്മാർ ഇത്തരത്തിൽ പറഞ്ഞു എങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ചെവുക്കുറ്റിക്ക് കൊടുത്ത തല്ലാണ് ബിജെപിയിലേക്ക് പോയത്. ഒന്ന് നേരെ മറിച്ച് ചിന്തിച്ചു അദ്ദേഹം ബംഗാളിന് വേണ്ടിയാണ് രഞ്ജി കളിക്കുന്നത്. ഇനി അടുത്ത ഇംഗ്ലണ്ട് പര്യടനത്തിൽ അദ്ദേഹത്തെ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും കളി മതിയാക്കിയാൽ ഗൗതം ഗംഭീർ പോയതുപോലെ ആയിരിക്കില്ല. ഗൗതം ഗംഭീർ പോയി അദ്ദേഹം ഇതായി ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, ഇവർക്കൊക്കെ കൊടുത്ത ചുട്ട മറുപടിയാണ്, അവരുടെ ചെവിക്കല്ലിന് കൊടുത്ത അടിയാണ് അദ്ദേഹം BJPയുമായുള്ള ആവുക. ഒന്ന് നേരെ മറിച്ച് ചിന്തിച്ചു നോക്കിയേ, ഈ പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ കാഫിറാണ് അവൻ കളിക്കുന്ന അവന്മാർ ജയിക്കാനാണ്, ഒറ്റ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ മനുഷ്യനൊന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യന് അന്തി ഉറങ്ങാൻ പറ്റുമായിരുന്നു. ഈ ചിന്തിക്കുന്നില്ലല്ലോ, അവിടെയാണ് മാറി ചിന്തിക്കില്ല. ഞാൻ പറയുമ്പോൾ രണ്ട് വശവും പറയണമല്ലോ. ഈ ഭ്രാന്തന്മാർ ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു സാമൂഹിക മാധ്യമം കൂടെ വന്നതുകൊണ്ട് ഏത് വിവരം കിട്ടവനും ആരെയും അടച്ചാക്ഷേപിക്കാം, മനസ്സ് നോക്കത്തക്ക രീതിയിൽ എന്തും നമുക്ക് ചെയ്യാം. അങ്ങനെ വെറുതെ വിടുമായിരുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ അവർ വെറുതെ വിടില്ലായിരുന്നു. ആ സ്ഥാനത്താണ് ഈ പറയുന്ന മോദി കണ്ടതിന് ശേഷമായില്ല. മോദിക്ക് തുല്യമാണ് യോഗി ആദിത്യനാഥൻ. അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹം. അതെ അതെ, എന്തായാലും ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളൊക്കെ യോഗി ആദിത്യനാഥ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളായിട്ടുള്ള ചേട്ടൻ പറഞ്ഞിട്ടുള്ള രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ടെസ്റ്റ് വിരമിക്കൽ വാർത്തകൾക്ക് പിന്നാലെ തന്നെ ഈ ഷമിയും വിരമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനിടെയാണ് ഈ കൂടിക്കാഴ്ച വരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പ്ലേയിങ് 11-ലും ഷമി ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടെങ്കിൽ ഷമി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ കൂടിക്കാഴ്ചയും അദ്ദേഹം ഇത്രയും മനസ്സ് തുറന്നുള്ള ഒരു എക്സിലെ കുറിപ്പുമൊക്കെ വന്നിട്ടുള്ളത്. ഉത്തർപ്രദേശുകാരനാണ് ഷമി, അതെ ബംഗാളിന് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഷമിയുടെ ജന്മനാടായിട്ടുള്ള അമ്രോഹയില് ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുമെന്നൊക്കെ UP സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അപ്പോൾ മാത്രമല്ല 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷമിയെ മത്സരിപ്പിക്കാൻ BJP ആലോചിച്ചിരുന്നതുമാണ്. അപ്പൊ ആ ഒരു ക്ഷണം അദ്ദേഹത്തിന് മുൻപേ തന്നെ എന്താ പറയാ കിട്ടിയിരുന്നതാണ്. അദ്ദേഹം ഒരു പച്ചക്കൊടി കാണിക്കേണ്ട സാവകാശം മാത്രമേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല പദവി തന്നെ, നല്ല എൻട്രൻസ് കിട്ടും. ജയിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ നിർത്തും. ജയിച്ചാൽ ചിലപ്പോൾ കായിക ലോകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതുമല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് തന്നെ അദ്ദേഹത്തെ അറിഞ്ഞു തന്നെ ചെയ്യും. അത് BJPയുടെ ഒരു അതെ അതെ.